നമ്മൾ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ നൽകാൻ വേണ്ടി തുടങ്ങും. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം പതുക്കെ പതുക്കെ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി തുടങ്ങും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നല്ലൊരാഴ്ചയും നല്ല ദിവസങ്ങളും നേരുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടുമുട്ടി നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ വായിക്കണമെന്ന്. ഒരാൾ 3 നേരം ഭക്ഷിക്കുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കണം. ഭക്ഷണം നമ്മൾ രുചിച്ചറിയുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്തിൻ്റെ വചനത്തെ രുചിച്ചറിയണമെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ആഴ്ച നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട്, എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുകയാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ കണ്ടുമുട്ടുകയാണ്. സാമുവേൽ ഉറങ്ങിക്കിടക്കുന്ന സാമുവേലിനോട് ദൈവം വിളിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഏലി പ്രവാചകന്റെ അടുത്തേക്ക് പോയവൻ. അപ്പോൾ ഏലി പ്രവാചകൻ പറഞ്ഞു, ഞാനല്ല നിന്നെ വിളിക്കുന്നത്. എന്നിട്ട് ഏലി പ്രവാചകൻ പറയാണ്, ഇനിയും നീ ആ സ്വരം കേൾക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ പറയണം, കർത്താവേ അരുളി ചെയ്താലും ഇതാ ദാസൻ ശ്രവിക്കുന്നു. കർത്താവേ അരുളി ചെയ്താലും ഇതാ ദാസൻ ശ്രവിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ അപ്പനായിട്ടുള്ള ദൈവം നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ആദിയിൽ ദൈവം ആദത്തോട് സംസാരിച്ചിരുന്നു. പിന്നീട് ദൈവം എന്ത് ചെയ്തു? പ്രവാചകന്മാർ വഴി സംസാരിക്കാൻ തുടങ്ങി. ന്യായാധിപന്മാർ സംസാരിക്കാൻ തുടങ്ങി. രാജാക്കന്മാർ വഴി സംസാരിക്കാൻ തുടങ്ങി. അവസാന കാലഘട്ടങ്ങളിൽ സ്വപുത്രനായ ഈശോ മിശിഹ വഴി നമ്മളോട് സംസാരിച്ചു. ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ അപ്പനായിട്ടുള്ള ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. എപ്പോഴും ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദൈവം എപ്പോഴും മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും സംസാരിക്കുവാൻ വേണ്ടി, സംവാദം ചെയ്യുവാൻ വേണ്ടി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ജീവിതത്തിലെ ഏത് സമയത്തും സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും ഒക്കെ സമയത്ത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യത്തെ വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണും, ദൈവം ഉണ്ടാകട്ടെ എന്നു, പ്രകാശം ഉണ്ടാകട്ടെ, എല്ലാം ഉണ്ടാകട്ടെ. ദൈവം എന്ന് പറയുക എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളെ നോക്കി നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്ന വചനം ആമേൻ എന്ന് പറയാണ്. ദൈവം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്നൊക്കെ, അതിനൊക്കെ ഉത്തരമായിട്ട് വിശുദ്ധ ഗ്രന്ഥം അവസാനത്തെ വചനം ഉണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളിലും ഒക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോൾ, പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോൾ ദൈവം നമ്മളോട് പതുക്കെ പതുക്കെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾ ഒരു രോഗിയായിരിക്കാം, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും കടന്നു പോകുന്ന ഒരാളായിരിക്കാം, ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുള്ളതായിരിക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ആളുകളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതാം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ മനുഷ്യനായാൽ പോലും നിങ്ങൾ പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളുടെയും നിങ്ങളും നിങ്ങളുടെ കുടുംബവും കടന്നു പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സന്ദേശം നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കും. അവരോട് ഒരു ഉപദേശവും ഒരു നിർദ്ദേശമൊക്കെ നമ്മൾ ചോദിക്കും.
ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരോടാകാം, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോടാകാം, ചിലപ്പോൾ നമ്മൾ നല്ലൊരു കൗൺസിലറോടൊക്കെ ആകാം. നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരോടും ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് അവസാനം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനാപൂർവ്വം ചോദിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ അറിയുന്ന ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നു പോയപ്പോൾ, എല്ലാവരും അവരെ കൈവെടിഞ്ഞപ്പോൾ, അവരുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർക്കറിയാതെ അവർ ബുദ്ധിമുട്ടിയപ്പോൾ അവർ വിശുദ്ധ ഗ്രന്ഥം തുറന്നു. അപ്പോൾ ദൈവമായ കർത്താവ് അവിടെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ നടുവിൽ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറങ്ങുമ്പോൾ, ബൈബിൾ നിങ്ങൾ തുറക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം പറഞ്ഞു വയ്ക്കുക, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ഊർജം നൽകുന്നതാണ്. തുറക്കുന്ന ഏതു മനുഷ്യനോടും അവർക്ക് ജീവൻ നൽകാൻ തക്ക വിധത്തിൽ, അവരോട് സംസാരിക്കാൻ തക്ക വിധത്തിൽ ദൈവവചനം ദൈവനിവേശിതമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപാവരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലുള്ള മനുഷ്യരോടും, പ്രാർത്ഥനാപൂർവ്വം തുറക്കുന്ന മനുഷ്യരോട് ദൈവം ഈ വചനത്തിലൂടെ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ചില ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നിങ്ങൾ കടന്നു പോവുകയാണ്. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. കുറേ ആൾക്കാരോട് നിങ്ങൾ ഉപദേശങ്ങൾ തേടിയിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് വചനത്തിലൂടെ നിങ്ങൾ സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാം. ഞാൻ അറിയുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവൻ കടന്നുപോയി. ആളുകളും വീട്ടുകാരൊക്കെ അവനെ തള്ളി പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ വേണ്ടി തുടങ്ങി. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അവൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്തി. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ രോഗിയായിരുന്നോ? നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോൾ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്താം. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മധ്യേ നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടാം. ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് പോകുമ്പോൾ ചെങ്കടലിൽ അവരോട് കൂടി ഉണ്ടായിരുന്ന ഒരു ദൈവത്തെ, മരുഭൂമിയിൽ അവരോട് കൂടി ഉണ്ടായിരുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിരാശയുടെയും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയുടെയും നിങ്ങൾ കടന്നു പോകുമ്പോൾ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിരാശയോടെ നിങ്ങൾ കൂപ്പുകുത്തുമ്പോൾ കാൽവരിക്കുന്നിൽ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന മറിയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവത്തെ നിങ്ങളുടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടാൻ പറ്റും. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിലെ ഏതവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാലും വിശുദ്ധ ഗ്രന്ഥം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭക്ഷണം പോലെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, ഭക്ഷണം രുചിക്കുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ഏതു പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ കൂടെയുള്ള ആളുകളോട് നമ്മൾ ഉപദേശം തേടുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ തുറക്കുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. സുഭാഷിത പുസ്തകം 4-ാം അധ്യായം 20-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയാണ്: മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്കു ചെവി തരിക. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവ ഉൾക്കൊള്ളുന്നവന്
അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന്, നമ്മുടെ കാഴ്ചയിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം മായാതിരിക്കട്ടെ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമ്മൾ ബൈബിൾ വായിക്കുകയുള്ളൂ. ഒരു ദിവസം വായിച്ചു, പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബൈബിൾ വായിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, നിരന്തരം നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവ നമുക്കൊരു ജീവൻ നൽകാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ നിരന്തരം ദൈവത്തിൻ്റെ വചനം വായിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തിന് വേറൊരു ജീവൻ നൽകാൻ തുടങ്ങും. അവ നമ്മുടെ ശരീരത്തിന് ഒരു ഔഷധമായിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും ലഭ്യമാകുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, നമ്മൾ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ നൽകാൻ വേണ്ടി തുടങ്ങും. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം പതുക്കെ പതുക്കെ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി തുടങ്ങും. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും നിരാശയുടെയും ഏത് പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലും നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പ്രാർത്ഥനാപൂർവം എടുക്കുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആദിയിൽ ദൈവം മനുഷ്യരോട് സംസാരിച്ചു. പ്രവാചകന്മാർ വഴി, ന്യായാധിപന്മാർ വഴി, രാജാക്കന്മാർ വഴി സംസാരിച്ച ദൈവം ഇന്ന് ഈ നിമിഷം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം എടുക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ എല്ലാവരോടും നമ്മൾ നിർദ്ദേശം തേടും, എല്ലാവരോടും നമ്മൾ ഉപദേശം തേടും. പക്ഷേ ദൈവത്തോട് മാത്രം നമ്മൾ ഒന്നും ചോദിക്കാറില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ, ബൈബിൾ തുറക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകും. നിങ്ങൾ പതുക്കെ ദൈവത്തിൻ്റെ സ്വരത്തിന് കാത് കേൾക്കുക. ദൈവത്തിൻ്റെ സ്വരത്തിന് കാതുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് പഴയ നിയമത്തിൽ എപ്പോഴും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ശ്രവിക്കുവിൻ, നിങ്ങൾ ശ്രവിക്കുവിൻ. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ വചനം എടുക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എടുക്കുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ തൊടുന്ന രീതിയിൽ, നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രത്യാശയില്ലാത്ത അവസ്ഥയിലും, രോഗമുള്ള അവസ്ഥയിലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ നിമിഷങ്ങളിലും ദൈവമായ കർത്താവ് നിങ്ങളോട് പതുക്കെ പതുക്കെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ കണ്ണുകൾ പൂട്ടുക, കരങ്ങൾ കൂപ്പുക. ദൈവം വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. പരിശുദ്ധാത്മാവ് ദൈവനിവേശിതമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ തൊടുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വ്യക്തിപരമായി നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ വചനമെങ്കിലും നിങ്ങൾ വായിക്കുവാൻ വേണ്ടി തുടങ്ങണം. നിങ്ങൾ പുതിയതായി പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ പുതിയതായി തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസ്സിന് മേൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ പുതിയതായിട്ടൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്, എല്ലാവരോടും നിർദ്ദേശങ്ങൾ ചോദിച്ചു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു, എന്നിട്ട് അവസാനം ദൈവത്തോട് നിങ്ങൾ കൂടി ആലോചിച്ചിട്ട് വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ തുറക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. എല്ലാവരോടും കൂടി ആലോചിച്ച ശേഷം നിങ്ങൾ പ്രാർത്ഥനാപൂർവം ആ വിഷയം ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ പ്രാർത്ഥനാപൂർവം തുറക്കുമ്പോൾ ദൈവം ആ വിഷയത്തിന് മേൽ നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, ബൈബിളിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തോട് കൂടി ആലോചിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മേലെ നമ്മൾ ദൈവത്തോട് കൂടി ആലോചിക്കുമ്പോൾ കുടുംബങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാരെയും മക്കളെയും ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന അപ്പനായിട്ടുള്ള ഒരു ദൈവമുണ്ട്. ആദിയിൽ ദൈവം ആദത്തോട് സംസാരിച്ചു. പിന്നീട് നമ്മൾ കണ്ടുമുട്ടുക പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ, അവിടുത്തെ ഏകപുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മളോട് സംസാരിച്ചു. ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങളുടെ വിജയങ്ങളുടെ സമയത്ത്, നിങ്ങളുടെ പരീക്ഷയുടെ നിമിഷങ്ങളിൽ, നിങ്ങൾ തോൽവിയുടെ നിമിഷങ്ങളിൽ, പരാജയമുണ്ടാകുന്ന നിങ്ങൾ തോന്നുന്ന സമയങ്ങളിൽ, നിങ്ങൾ നിരാശയിൽപ്പെടുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഈ ദൈവത്തിന്റെ വചനം ഊർജ്ജസ്വലവും അത് ജീവൻ നൽകുന്നതുമാണ്. അത് നിങ്ങൾക്ക് ജീവൻ നൽകും. ഏത് പ്രത്യാശയില്ലാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകാനും ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ജീവൻ നൽകാൻ തുടങ്ങും. ദൈവത്തിന്റെ വചനം ഒരു ഊർജമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയാലും ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കും. വചനമായ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ തൊടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.